ആകെ ഇട്ട് കഴിഞ്ഞാൽ പണിയാണ്. ആ കാമ്പൂമ്പ് കയറും. ഞാൻ പിടിപ്പിക്കേണ്ട വെറുതെ പൊട്ടിക്കാനാണ് ചെയ്യുന്നത്. ഇട്ടോ എങ്ങോട്ടാണെന്ന് വെച്ചിടി, എങ്ങോട്ടൊക്കെ ഇട്ടോ. ശരിട്ടല്ലേ. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ റക്സൻ. വെൽക്കം ടു മൈ ചാനൽ ടാക് ലേഡീസ് വ്ലോഗ്സ്. അപ്പോൾ ടാക് ലേഡീസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കുട്ടികളും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് ഒരു ട്രാവൽ റോഡ് വന്നിട്ടുണ്ട്. ലുക്കാനയുടെ ട്രാവൽ റോഡാണ് കേട്ടോ. സ്ട്രീം സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് അന്വേഷിച്ചിടത്താണ് നമുക്ക് കിട്ടിയത്. നമുക്ക് ബാംഗ്ലൂർ ആംഗ്ലേഴ്സ് ചോയ്സിൽ നിന്നാണ് നമുക്കത് കിട്ടിയത്. അത്യാവശ്യം നല്ലൊരു റേറ്റിന് കിട്ടി. പിന്നെ നമുക്ക് കോംപ്ലിമെൻ്റ് ആയിട്ട് 2 തൊപ്പി അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ലക്കി തൊപ്പി ഉണ്ടായി. ഇത് ഇട്ട ഫസ്റ്റ് ദിവസം എനിക്ക് ചേരാൻ കിട്ടിയായിരുന്നു. അപ്പം എന്തായാലും നമുക്ക് ആ റോഡ് ഞാൻ വീട്ടിൽ വെച്ചൊന്ന് പൊട്ടിച്ച് നോക്കിയായിരുന്നു. നമുക്ക് കാസ്റ്റ് ചെയ്യാൻ അവിടെ വെള്ളമില്ലാത്തതുകൊണ്ട് നമ്മൾ എറിഞ്ഞില്ല. അതൊന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരാം. നല്ലൊരു അടിപൊളി പാക്കിങ്ങിലൊക്കെയാണ് വന്നേക്കണം കേട്ടോ. ഞാൻ പാക്കിങ്ങൊക്കെ പൊട്ടിച്ച് വീട്ടിൽ വെച്ച് എനിക്ക് കൊറിയർ വന്നാൽ എനിക്ക് അപ്പം തന്നെ പൊട്ടിക്കണം. വിച്ചുട്ടിക്കണ പരിപാടിയില്ല. ഇതുപോലത്തെ നമ്മുടെ കയ്യിൽ വേറൊരു ട്രാവലോഡ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇതിന് കണ്ടവാനും നമുക്ക് എൻക്വയറി വന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യും. അതിന് മുമ്പ് ഇത് നമുക്ക് എടുക്കാം. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇതുപോലൊരു ബാഗ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഏതിലെ വേണമെങ്കിലും നമ്മൾ ട്രാവൽ ചെയ്ത് പിടിക്കാം. ഇതാണ് റോഡ് സ്ട്രീംസ്റ്റർ 604 ആണ് കേട്ടോ സൈസ്. ലെങ്ത്ത് 604. ഇതിൻ്റെ ഡീറ്റെയിൽസ് 7 ഗ്രാമാണ് പ്ലാസ്റ്റിക് വെയിറ്റ്, 75 ഗ്രാം മാത്രം റോഡ് വെയിറ്റ് ഉള്ളൂ. ലൈൻ വെയിറ്റ് ഞാൻ വിട്ടു 10 LB അങ്ങനെ തോന്നുന്നു. 4 LB 4 പീസിന് 4 സെക്ഷനാണ്. ഇത് നല്ല പല പല സെക്ഷനിലായിട്ടാണ് അത് പാക്ക് ചെയ്ത് തന്നേക്കുന്നത് കേട്ടോ. നമുക്കത് പൊട്ടിക്കാം. നല്ലൊരു അടിപൊളി ബോട്ടം പീസ്. ഹാൻഡിൽ നല്ല ഹാൻഡിലാണ് അത്യാവശ്യം. പിന്നെ ോട്ടുള്ള പീസ് എടുക്കാം. രണ്ടാമത്തെ പീസ്, മൂന്നാമത്തെ പീസ്, നാലാമത്തെ പീസ്. നമുക്ക് സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പിടിപിടിന്ന് ചെയ്ത് അവസാനിപ്പിക്കാം കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. 4 സെക്ഷൻ ST 604 4 സെക്ഷൻ. ലൂർ വെയിറ്റ് 1 to 7 ഗ്രാം തന്നെ. ലൈൻ വെയിറ്റ് 2 to 4 LB ഉള്ളൂ കേട്ടോ. നമ്മുടെ കയ്യിൽ 8 LBയുടെ ലൈനായിരിക്കണം. അല്ലെങ്കിൽ കാസ്റ്റ് ചെയ്ത് നോക്കാം. അത് പറഞ്ഞൊരു വഴിയായിട്ടുണ്ടാവും. അത് സെറ്റ് ചെയ്യാം. ഇതിൽ വല്ല പാലാങ്ങണിയോ ഒറ്റക്കുഞ്ഞ് അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടൈറ്റ് ചെയ്താൽ. അപ്പം നമ്മൾ ഈ റോഡിന് ജസ്റ്റ് ഒന്ന് വെള്ളം അടിക്കാൻ വേണ്ടി കൊണ്ടുവന്നേക്കുന്നതാണ്. നേരത്തെ എനിക്ക് വറ്റ കിട്ടിയാൽ ഇടയ്ക്ക് ഓരോ വറ്റ അടിക്കാറുണ്ട്. മഴ പെയ്തതിന് ശേഷം ജസ്റ്റ് ടൈറ്റ് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി നല്ല മീനടിച്ച റോഡ് ഓടിക്കും. ഭയങ്കര ടൈറ്റ് വേണ്ട, ഒരു മീഡിയം ടൈറ്റ് ചെയ്താൽ കൂടുതൽ ടൈറ്റ് ചെയ്ത് ഊരാൻ ഭയങ്കര പണിയാണ്. നല്ല അത്യാവശ്യം സെൻസിബിൾ ആയിട്ടുള്ള ടിപ്പാണ്. ഭയങ്കര സെൻസിബിൾ ഒന്നുമല്ല, അത്യാവശ്യം ഫാസ്റ്റ് ആക്ഷനുള്ള സെൻസിബിളാണ് അത്യാവശ്യം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യണ റീലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ബാഗിൽ തന്നെ ഉണ്ട്. ഈ റീലാണ് യൂസ് ചെയ്യാനായിട്ട്. ഒരു അതോടെടുത്തിട്ടുണ്ട്. CN എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കെട്ട് വീഴുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ റീല് കെട്ട് വീഴാണെങ്കിൽ എടുത്ത് മാറ്റിയിട്ട് അബുഗ്രാസിയുടെ ഒരു CNയുടെ റീലുണ്ട്, അതെടുത്ത് കേട്ടോ. എന്തായാലും നമ്മ വേറെ ഒന്നും ഉദ്ദേശിക്കാനില്ല. ഒരു 10 കാസ്റ്റ് വെള്ളത്തിലിട്ടിട്ട് ഇതിൻ്റെ പെർഫോമൻസ് ആക്ഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് മീൻ ഇപ്പോൾ ഇവിടെ മീൻ ഭയങ്കര കുറവാണ്. നേരത്തെ ഇവിടെ അത്യാവശ്യം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഒറ്റ കിട്ടുമായിരുന്നു. ഇപ്പോൾ പക്ഷേ ഭയങ്കര ഷോവാണ് എന്നാണ് നമ്മുടെ കൂട്ടുകാരൊക്കെ പറഞ്ഞത്. അതായത് നമുക്ക് നോക്കാം. നല്ല തിന്നാണ്ട സിംഗിൾ ഹാൻഡായിട്ട് കാസ്റ്റ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഒരു കാസ്റ്റ് അവർ ചെയ്യണമെന്ന് പറഞ്ഞ്, അപ്പോൾ അവരെറിഞ്ഞോട്ടെ ഞാൻ വിചാരിച്ചു. ചെറിയ ചൂണ്ടല്ലേ, അന്ന് കാസ്റ്റ് ചെയ്യട്ടെ.
അപ്പോൾ ഓക്കെ അല്ലേ? ഓ എൻ്റെ മോനോ വലിച്ചോണ്ട് പോണല്ല കിട്ടുന്നുണ്ട്. സ്ട്രീം സ്റ്റാറിൻ്റെ ഫസ്റ്റ് പറ്റാ വലിച്ചോണ്ട് പോണ്. ഓ സ്ട്രീം സ്റ്റാറിൻ്റെ ഫുൾ പവർ ഇട്. ഫുൾ ഡ്രൈവ് കേട്ടോ. ഇല്ല ഇല്ല ഇല്ല. യെസ് ഫസ്റ്റ് പറ്റാ. യെസ് നമ്മുടെ ഈ റോഡിൽ ഫസ്റ്റ് പറ്റാ. അപ്പോൾ സ്ട്രൈക്ക് നമുക്ക് കിട്ടിയില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല, പറ്റ കിട്ടി. അത്യാവശ്യം ഒരു ചെറിയ സൈസ് പറ്റാം, ആവറേജ് പറ്റാം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ ആ ജിങ്ങിൻ്റെ വെയിറ്റ് ഇട്ടാ സോപ്പിൻ്റെ അവിടെ നിർത്താണ്. പിന്നെ ജിഗേഡ്, കാനിസെനിക്സിൻ്റെ ജിഗേഡ്. ഈ ജിഗേഡിലിട്ട നല്ല ആക്ഷനാണ് ഏത് ഷാഡ് വലിച്ചാൽ. ജിഗേഡ് അപ്പോൾ പിന്നെ നമുക്ക് മാറ്റാം, കൊല്ലിയിലോട്ട് മാറ്റാം. മീൻ കിട്ടുമോ നോക്കാം. അപ്പോൾ മീനിവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞപ്പോൾ അടിച്ചാണ് കേട്ടോ. നമ്മൾ പിന്നെ കുറച്ചധികം നേരം കാസ്റ്റ് ചെയ്ത് നോക്കി. ഒരു 1.5 മണിക്കൂർ ഉണ്ടൊന്നും അടിച്ചില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് മീൻ അടിച്ചത്, മീൻ എന്ത് മീനാന്ന് മനസ്സിലായില്ല. ഫോട്ടോ എടുക്കണ്ട. സ്ട്രീം സ്റ്റാറിൽ നമ്മൾ രണ്ടാമത്തെ മീനിട്ടാ. നമ്മുടെ ലുക്കാനയുടെ സ്ട്രീം സ്റ്റാറിൽ അടിച്ച മീനാണ് കേട്ടോ. എന്താ മീനിൻ്റെ പേരുന്നെന്ന് പറഞ്ഞൂടാ. നമ്മുടെ അബുഗ്രാസിയുടെ കർദിനാൾ റീലിട്ടാ 50. അപ്പോൾ അതേ നമ്മൾ മതിയാക്കണേണ്. നമ്മുടെ മൂട് പോയി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ചെമ്പല്ലി അടിച്ചായിരുന്നു. 100 ഗ്രാം ഉണ്ടായിരുന്നു. അടുത്തൊരു വന്നിട്ട് അത് ഊരിപ്പോയി. നമുക്ക് വീഡിയോ ഇടാത്ത വേറെ ഒന്നും കൊണ്ടല്ല, വല്ല കാലത്താണ് സ്ട്രൈക്ക് കിട്ടണം. ഭയങ്കര ഷോക്കുണ്ട്. നമ്മൾ എന്തായാലും ഈ ക്ഷീണം മാറ്റാനായിട്ട് പാലാങ്കണ്ണിക്ക് പോയിട്ട് നല്ലൊരു വീഡിയോ ചെയ്യണതായിരിക്കും ഈ റോഡിൻ്റെ. നമുക്ക് നിലവിലിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അടിക്കണ വേറെ മീനൊന്നുമില്ല. അതാകുമ്പോൾ നമുക്ക് ഒരു മണിക്കൂറിൽ 3-4 കാസ്റ്റ് കിട്ടും. നമ്മൾ എന്തായാലും അതിനെ പാലാങ്കണ്ണി പിടിക്കുന്ന നല്ലൊരു ലൈവ് വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ആഡ് ചെയ്യാനായിട്ട്. നമ്മൾ യൂസ് ചെയ്തേക്കണത് Pro 100ൻ്റെ ബ്രൈഡ്, ഒരു തായ്ലാൻഡിൽ നിന്നുള്ള ഫ്ലോറോ, പിന്നെ റീല അബുഗ്രാസിയുടെ കർദിനാൾ 50, റോഡ് സ്ട്രീം സ്റ്റാർ നമ്മുടെ ഫസ്റ്റ് യൂസാണ് സ്ട്രീം സ്റ്റാർ. ഇത് 75 ഗ്രാമാണ് റോഡിൻ്റെ വെയിറ്റ്. കാസ്റ്റിംഗ് വെയിറ്റ് 1 to 7 ഗ്രാം. ലൈൻ വെയിറ്റ് 2 to 4 LB. ഒരു അൾട്രാ ലൈറ്റ് റോഡാണ് അത്യാവശ്യം. എന്നാലും ഫാസ്റ്റ് ആക്ഷനാണ്. അത്യാവശ്യം നല്ല റോഡാണ്. ഞാനിങ്ങനെ റോഡേ തപ്പിയെടുത്ത് വെച്ചത്. ഓക്കെ, അടുത്ത വീഡിയോയിലുണ്ട് കാണാം. ഓക്കെ, ബൈ.